എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം വേറൊന്നുമല്ല, വേടന്റെ വിഷയത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, വേടന്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇത്രയും നാളായിട്ടും ആ വേടന്റെ ഒരു സംസാര വിഷയങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇപ്പോഴും പലയിടങ്ങളിലും ഇന്റർവ്യൂസിലും അതുപോലെ ന്യൂസിലും എല്ലാം വേടൻ നിറഞ്ഞു നിൽക്കുകയാണ്. വേടന്റെ ഓരോ അഭിപ്രായങ്ങൾ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരും വേടനെ കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെല്ലാം പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലാണെങ്കിൽ അല്ലെങ്കിലും ഇന്റർവ്യൂസ് സംഘടിപ്പിക്കുകയാണ്. അതായത് ഒന്നും അറിയാത്ത ഏതെങ്കിലും മരവാഴകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേടനെ പറ്റി ചോദിക്കുകയും അതിൽ നിന്ന് വേടൻ ഇങ്ങനെയാണെന്ന് പറയുന്നത് അതൊരു ബൈറ്റാക്കി എടുത്തിട്ട് അവരെ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളിനെ ഇകഴ്ത്തിക്കൊണ്ടും ഈ അവതാരികയെ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവതാരികയെ ഇകഴ്ത്തിക്കൊണ്ടും ഈ പറയുന്ന ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നവനെ പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ പലരും അത് വീഡിയോ ആക്കി ഇടുന്നുണ്ട്. അത് റീലാക്കി വേടനെ തെറി വിളിക്കാൻ വേറെ കുറച്ച് ആളുകളും. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ മമ്മൂട്ടി രാജമാണിക്യത്തിലാണെന്ന് തോന്നുന്നു ഡയലോഗ് പറയുന്നുണ്ട്, ഇതിന് നിനക്ക് ദിവസക്കൂലിയാണോടെ അത് മാസക്കൂലിയാണോടെ എന്ന് പറയുന്ന പോലെയാണ് ഇന്റർവ്യൂ എടുക്കുന്ന ഓരോരുത്തന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്കൊക്കെ ഇതിന് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ BJP തരുന്നത്? യൂട്യൂബിൽ നിന്ന് തരുന്നതല്ല, അതെനിക്ക് മനസ്സിലാവും. അല്ലാതെ ഈ BJP തരുന്നത് നിനക്കൊക്കെ ദിവസവും തരുമോ അതോ മാസമാണോ തരുന്നതെന്നുള്ളത്. കാരണം BJPയുടെ അജണ്ട ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന എല്ലാ അവതാരകന്മാരും അതിലിരിക്കുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? BJP എന്താണോ മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം അല്ലെങ്കിൽ അവരുടെ ആശയം, ആ ആശയങ്ങളെ ഊന്നി പിടിച്ചുകൊണ്ടാണ് ഓരോ ഇന്റർവ്യൂവറും അവിടെ വരുന്ന ഓരോ അതിഥികളുടെ അടുത്തും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസം സാഗ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ, സാഗ TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു നമ്മുടെ മൈത്രയൻ, നമുക്കെല്ലാവർക്കും അറിയാം, മൈത്രയൻ എന്ന് പറയുന്ന വ്യക്തി വലിയ നല്ല നിലപാടുകളുള്ളൊരു വ്യക്തിയാണ്. അയാൾ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ വേടൻ്റെ വിഷയങ്ങളിൽ പല സ്ഥലങ്ങളിലും പല കോണുകളിലും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ കാണാനിടയുണ്ടായി. അതിൽ ആദ്യമൊക്കെ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും വേടനെ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ പറയുന്ന രീതിയിലായിരുന്നില്ല. പിന്നീട് ഈ വിവാദങ്ങൾ കൂടിക്കൂടി വരികയും ഈ പറയുന്ന ഇൻ്റർവ്യൂസിൻ്റെ എണ്ണം കൂടുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒട്ടുമിക്കതും അത്രയ്ക്കും നല്ല വാക്കുകൾ തന്നെയായിരുന്നു. ഈ ഒരു സാഗ TV എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പെണ്ണുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ശാരികയുടെ വീഡിയോ ഇട്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ആവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ശാരികയും ഈ പറയുന്ന സാഗ TV എന്ന് പറയുന്ന ഇന്റർവ്യൂ ആ ഒരു ചാനൽ നടത്തുന്ന ആളും. ഇവർക്കറിയാം, എന്തെങ്കിലും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ വിമർശനം വരും, റീച്ച് ആവും, ചാനലിൽ റീച്ച് ആവും എന്നുള്ളത്. 59K ആണ് ഇവരുടെ ഫോളോവേഴ്സ് ഉള്ളത്, സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. ആ ഒരു ചാനലിൽ ഇരുന്നിട്ട് മൈത്രയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിരുത്തിയിട്ട്, അത്രയും അറിവും വിവേകമുള്ള ഒരു വ്യക്തിയെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടോ എന്ന്. അതിന് മൈത്രയൻ നല്ല രീതിയിൽ തന്നെ വാ അടപ്പിച്ചുകൊണ്ടുള്ളൊരു മറുപടി കൊടുക്കുന്നുണ്ട്. BJPയുടെ സംഘടന ആയിരിക്കും ഒരുപക്ഷെ ഈ അവതാരിക എന്ന് പറയുന്ന പെൺകുട്ടി, ഞാൻ അവരെ എഴുതി പറയുന്നില്ല. എന്നാലും ഈ ചെറ്റത്തരം കാണിക്കുമ്പോൾ, ഈ തന്തയില്ലായ്മ കാണിക്കുമ്പോൾ ഈ രീതിയിലുള്ള മറുപടി കിട്ടുമെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലോ. വേടനെ പോലീസ് പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, വേടനെ അകത്തുകൊണ്ട് ഫോറസ്റ്റും പിടിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേടൻ കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞപ്പോൾ വേടനെ വെറുതെ വിട്ടു. എന്നിട്ടും മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ടിരിക്കുന്ന അവതാരകന്മാരുടെയും ന്യൂ ബോൺ ബേബീസിൻ്റെ ഒന്നും പ്രശ്നം തീർന്നിട്ടില്ല. അവരിപ്പോഴും ഇതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബൈറ്റ് കിട്ടണം, അത് വെച്ചിട്ട് വേടനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയണം എന്നുള്ളൊരു തീരുമാനം. അത് BJPക്ക് വേണ്ടിയിട്ടോ RSSന് വേണ്ടിയിട്ടോ ആർക്കോ വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരാളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ഇതിനെ പറയാനില്ല. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഈ മൈത്രയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മൈത്രയൻ കൊടുത്ത മറുപടി എന്നും ആ അവതാരികയ്ക്ക് ഇതുകൊണ്ട് എന്താണ് തൃപ്തിപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ആ കുഴപ്പമില്ല. എന്നാ പിന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് വിതരണം ചെയ്യാൻ മിഠായി പോലെ നിങ്ങളെന്താ കഴിക്കാത്തെ? എനിക്കതിനോട് അപ്പൊ പിന്നെ കണ്ടില്ലേ, എന്നാൽ പിന്നെ സ്കൂളുകളിൽ കഞ്ചാവ് മിഠായി പോലെ വിതരണം ചെയ്യാം. ചേച്ചി, മിഠായിയൊക്കെ ഉണ്ട് കേട്ടോ കഞ്ചാവിൻ്റെ, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അദ്ദേഹം അതിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങൾ കഴിക്കാറുണ്ടോ കഞ്ചാവ്? അപ്പോൾ പെൺകുട്ടി, ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളുകളിൽ കഞ്ചാവ് കൊടുക്കണമെന്ന്. ഒരാളുടെ ഒരു ആർഗ്യുമെൻറ്റിനെ അതിനെ എടുത്തിട്ട് വേറെ രീതിയിൽ മറ്റേടത്തെ സംസാരവുമാക്കി വന്നിട്ട് വളച്ചൊടിച്ച് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തരം മോശമായിട്ടുള്ള പ്രവൃത്തിയല്ലേ ഈ പെൺകുട്ടിയോടെ ചെയ്തത്. അപ്പം ഞാൻ ബാക്കിയൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങളത് അങ്ങനെ പറയണ്ട. ഞാൻ എപ്പോഴാണ് സ്കൂളിൽ കൊടുക്കണം പറഞ്ഞത്? അല്ല, ഓരോ ആൾക്കാർ ഇത് കാണുമ്പോൾ കഞ്ചാവ് വളരെ സില്ലിയാണെന്ന് കേൾക്കുമ്പോൾ ഉപയോഗിക്കാൻ ശരിക്കും തോന്നും സാർ. അതാ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് ശ്രീകൃഷ്ണ അല്ല, പരമഹംസനും വിവേകാനന്ദനും എല്ലാം ഉപയോഗിക്കുന്നതായിരുന്നു. ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത്. ഒരു വീട്ടിനകത്ത് അയലത്ത് പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന, അയലത്തുള്ളവരുടെ അടുത്ത് വീട്ടിൽ കയറരുതെന്ന് പഠിപ്പിക്കുന്ന പൊള്ളാത്ത വീട്ടിൽ ജനിച്ചവരായിരുന്നു.
അതിനേക്കാളും ഭീകര പ്രവർത്തനമൊന്നും കഞ്ചാവിലില്ല. അങ്ങനെ എങ്ങനെ പറയാൻ എല്ലാ ജാതിവാദികളെക്കാളും മോശപ്പെട്ട ഒന്നല്ല കഞ്ചാവ്. ആണ്, ഉറപ്പിക്കും. ഉറപ്പാ. അപ്പൊ മദ്യപാനം ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തൂടെയും വ്യവസായത്തിലോ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഗവൺമെന്റ് അദ്ദേഹം പറയുന്നത് ജാതിവാദികളുടെ അത്രയും പ്രശ്നക്കാരനല്ല കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്ന മദ്യം ഒരു ലഹരിയല്ലേ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന അതിനൊരു മറുപടിയുണ്ട്. അതായത് ഇവിടുത്തെ സർക്കാർ മുക്കിന് ഈ പറയുന്ന ബാറുകളും ബിവറേജുകളും ഒക്കെ തുറക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു വാണിജ്യം അല്ലെങ്കിൽ ഒരു വ്യവസായം അങ്ങോട്ട് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തന്നെ തുറന്ന് ഇവർ തന്നെ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അതായത് ഇത് കുടിച്ചിട്ട് എത്രയോ ആളുകളാണ് വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അമ്മയെ കുത്തിക്കൊല്ലുന്നു, മകനെ കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനെ കുത്തിക്കൊല്ലുന്നു, അനിയനെ കുത്തിക്കൊല്ലുന്നു, അങ്ങനെയുള്ള വെഞ്ഞാറമൂടൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ലഹരി, അതായത് ഈ മദ്യം അടിച്ച് കയറ്റിയിട്ട് അല്ലെങ്കിൽ മദ്യം കുടിച്ചിട്ട് പോയി കാണിക്കുന്ന പരിപാടിയുടെ അത്രയും കഞ്ചാവ് വലിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിരളമായിരിക്കും. ഞാൻ ആ കഞ്ചാവിനെ അങ്ങോട്ട് പുകഴ്ത്തി പറയുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, അതായത് എന്തായാലും കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ജാതിവാദികളുടെ അത്രയും പ്രശ്നക്കാരനല്ല. ജാതി, മതം, വർണ്ണം, വിവേചനം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകം തന്നെ നശിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും സമൂഹത്തിലുള്ള ജനങ്ങളെ ഭിന്നത വരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തമ്മിൽ കൊല്ലാനും ഒക്കെയും ഈ ഒരു ജാതിവാദികളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനല്ല കഞ്ചാവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി ഒന്ന് കേട്ടു നോക്കാം. േക്കാളും കുറ്റവാളികളായ ആരും ഇല്ല ഇവിടെ. മുഴുവൻ എണ്ണത്തിന് മന്ത്രി സഹിതം തൂക്കിക്കൊല്ലണം നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. മൈത്രിൻ എന്ന വ്യക്തിയെ 15 മിനിറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കി ശരിയാക്കി കൊടുത്തനെ. കാരണം എന്താ അക്കിന് പറയാൻ കാരണം എന്ന് സാർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. എനിക്ക് അയാളെ അറിഞ്ഞതും കൂടെ, അതുകൊണ്ട് ഞാനിപ്പോൾ അയാളെ പറ്റി എന്ത് പറഞ്ഞു? എനിക്ക് അയാൾ ആരുമല്ല. ഇത്രയും മനുഷ്യരെ അഖിൽ മാരാർ എന്തൊക്കെയോ വലിയ നിലപാടുള്ളൊരു വ്യക്തിയാണെന്ന് സ്വയമേ ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. ചാണകസംഖ്യയായിരുന്നു ഒരു തവണ. പിന്നീട് അതിനുശേഷം ചാണകത്തിൽ ഞാൻ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നു. പിന്നീട് അതിനുശേഷം വലിയ ആർഗ്യുമെൻറ്റ്സും വലിയ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അഖിൽ മാരാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ വേടൻ്റെ വിഷയം വന്നപ്പോൾ ചാണകത്തിൽ വീഴില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാർ 2 കാലും 2 കൈയും മുക്കി ചാണകത്തിലോട്ടങ്ങ് ഇറങ്ങി. ചാണകം തിന്നതിന് ശേഷം അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യമാണ്, വേടൻ വിഘടനവാദിയും വേടൻ ജാതീയത വിറ്റ് കാശാക്കുന്നുവെന്ന്. അതിന് വേടന് പറയാനൊരു മറുപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേടനില്ല. നമ്മുടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ പണി ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നാണ്. അപ്പോൾ വേടൻ്റെ നിലപാട് എന്താണെന്നുള്ള നമുക്കവിടെ മനസ്സിലായി. അപ്പോഴും ഒരു നിലപാടുമില്ലാത്ത, ഒരു കാര്യത്തിൽ ഉറപ്പില്ലാത്ത, 2 വള്ളത്തിലും ഒരേ സമയത്ത് കാലുവെക്കുന്ന അഖിൽ മാരാറിനെ പോലെയുള്ള ഈ സാമൂഹിക പ്രശ്നങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? അല്ല, ഏത് പേരിലാണ് വിളിക്കേണ്ടത്? ശുദ്ധ തന്തയില്ലായ്മയല്ലേ വന്നിരുന്നിട്ട് പറയുന്നത്? എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? കുറേയൊക്കെ ആയപ്പോൾ റീച്ച് പോയ സമയത്ത് വേടൻ്റെ വിഷയം എടുത്തിടുമ്പോൾ റീച്ച് കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് അഖിൽ മാരാർ ചാടി വന്നതാണ് BJPയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേടനെതിരെ സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ചിട്ടും മാരാർക്ക് വലിയൊരു പിന്തുണ കിട്ടിയിട്ടില്ല. കിട്ടിയതെല്ലാം മാരാറിനെ പിന്തുണയ്ക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ മാരാറിൻ്റെ ഫോളോവേഴ്സും എനിക്ക് തോന്നുന്നു മാരാർ ദിവസക്കൂലിയിൽ നിർത്തിയിരിക്കുന്ന ആളുകളായിരിക്കും. അതിൽ കമൻറ്റ് ബോക്സ് നിറയെ വേടൻ്റെ അഹങ്കാരത്തെ പറ്റിയും വേടൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന ആളുകളാണ്. ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക. നീയോ ഞാനോ മാരാരോ ആരും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളും അടിമപ്പെടുത്തലുകളും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ദുഃഖങ്ങളും ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു അന്ധതയാണ്. അതായത് സ്വയമേ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അത് വേടൻ അനുഭവിച്ചിട്ടുണ്ട്, വേടൻ്റെ സമുദായത്തിൽപ്പെട്ടവർ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നോക്കിയാലും നമുക്കറിയാൻ പറ്റും, അവിടെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ടാവും. ഒരാളോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും അവരനുഭവിച്ചിട്ടുള്ള ഈ പറയുന്ന നിറത്തിൻ്റെ പേരിലുള്ള അടിമത്തം എത്രത്തോളമാണെന്നുള്ളത്. ഒരു ഫ്രണ്ട് ഓഫീസ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഓഫീസിൽ ഒരു കളർ കുറഞ്ഞൊരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ഇരുത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ തിരുവനന്തപുരം മാത്രം പറയുന്നതല്ല, ബാക്കി എവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഫ്രണ്ട് ഓഫീസിൽ മുന്നിലിരിക്കുന്ന സ്റ്റാഫിന് പോലും സൗന്ദര്യം വേണമെന്ന് വാദിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതേപോലെ തന്നെ പല ബാങ്കിങ് സെക്ടറിലും അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് സൗന്ദര്യമില്ലെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് വരില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളുകളുമുണ്ട്. പല കടകളിലാണെങ്കിലും അവിടെയും നല്ല സ്റ്റാഫിനെ തുണിക്കടയിലൊക്കെ ആണെങ്കിൽ സൗന്ദര്യമുള്ളവരെ മാത്രം നിർത്താൻ പാടുള്ളൂ എന്നുള്ളൊരു അജണ്ടയുമുണ്ട്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിറത്തിൽ താഴ്ന്നവനും നിറം കുറഞ്ഞവനും ഈ പറയുന്ന ജാതിയിൽ കുറഞ്ഞവനും ഇവന്മാർക്കൊക്കെ ജീവിക്കണ്ടേ? അവരും മനുഷ്യരല്ലേ? അവരുടെ ഉള്ളിൽ ശ്വാസമല്ലേ? അവരുടെ ഞരമ്പിൽ കൂടി ഒഴുകുന്നത് ബ്ലഡ് അല്ലേ?
അപ്പോൾ ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകളും ഇങ്ങനെയുള്ള വിവേചനങ്ങൾക്കുമെതിരെയാണ് വേടൻ സംസാരിക്കുന്നത്. ആ സംസാര വിഷയത്തെ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തരം പറയാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കുറേ ആങ്കർമാരെ ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് താങ്ങി കൊടുക്കാനായിട്ട് RSSും BJPയും പോലെയുള്ള സംഘടനകളും പിന്നാലെ ഉണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് എന്താ പറയുന്നത് കേട്ടു നോക്കാം. അഖിൽമാരാറിന് എന്തായാലും പണി കിട്ടി. അഖിൽമാരാറിനെ എനിക്ക് അറിയ പോലും ഇല്ല. 15 മിനിറ്റ് കൊണ്ട് അവൻ എന്നെ എന്തോ ഉണ്ടാക്കാനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് അവനെ കൊണ്ട് എന്നെ എന്തോ ഉണ്ടാക്കാൻ പറ്റും? ബിഗ് ബോസിൽ പോയി കിടന്ന് കുണച്ചതുപോലെ അല്ല ഇവിടെ വന്ന് സംസാരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കണ്ടു നോക്കാം. ഇന്നൊരു വ്യക്തിക്ക് അഖിൽമാരാറിനെ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകത്തില്ല. ഗോസിപ്പ് ചെയ്യുന്നവരുടെ ലോകം അത്. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണമെന്ന് തോന്നുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് കഥവ് തുറന്ന് കിടക്കുന്നുണ്ടായാലും ഞാൻ നോക്കത്തില്ല. പാവം. വേടന്റെ പാട്ടൊക്കെ സാർ കേൾക്കാറുണ്ടോ? വേടൻ്റെ പാട്ട് കേൾക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മെനക്കെട്ട് കേൾക്കേണ്ടി വന്നു. കാരണം അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നും ജയിലിൽ പോകുന്നവരെല്ലാം മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ഞാൻ ജയിലിൽ കിടന്ന ആളാ. നിങ്ങൾ എന്നോട് എന്തോന്ന് പറയുന്നത്? നിങ്ങൾ ഇനി എനിക്ക് പറഞ്ഞു തരിക. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത് അപമാനകരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ശ്രമിച്ചിട്ടേ ഇല്ല, എൻ്റെ ലോകത്തേ ഇല്ല. ഇത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് അറിയുമോ? അറിയാനൊക്കത്തില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് മേഖലയിൽ എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പറഞ്ഞു ഒരു 15 മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി. അതാണെങ്കിൽ എനിക്ക് അയാളെ അറിയാം. അയാൾ 15 അല്ല 25 മിനിറ്റ് എന്ത് വേണമെങ്കിൽ എനിക്ക് അയാൾ നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അയാൾ എൻ്റെ മറുവശമല്ല. അതാണോ പെണ്ണിനെയൊക്കെ പ്രണയിച്ചെന്ന് വെച്ചോ, അവരെ എടുക്കാൻ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ വീട് വേടൻ പറഞ്ഞിട്ടുണ്ടായതാണ്. ഈ നാട് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. ജാതിവാദികളുടെ നാടാണ്. അവരുടെ അവസ്ഥയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചത് മാത്രമേ വേടൻ ചെയ്തിട്ടുള്ളൂ. അല്ല, നിങ്ങളുടെ പഴത്തിനകത്ത് ഒരു പുഴുവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടാണ് ക്യാൻസർ. പണ്ട് അയാൾ പറയുന്നത് ഇങ്ങനെ പറയരുത് എന്ന് പറയുന്നത്. അങ്ങനെ പറയാതിരിക്കുന്നത് വഴി ഇല്ലാതെ പോയി എന്ന് പറയുന്ന പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ പണി മാത്രമേ വേടൻ ചെയ്തിട്ടുള്ളൂ. അയാളുടെ ജീവിതത്തിനകത്ത് കടന്നുപോയിട്ടുള്ള ദുഃഖകരമായ അവസ്ഥ കൊണ്ട് പറയുന്ന വരികളായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അതാ പറഞ്ഞ DNA എന്ന് അയാൾ പറയുന്ന സമയത്ത് DNA ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. നമ്മുടെ കൂറിലില്ല എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്ന പോലുള്ളൊരു പ്രയോഗമാണ്. ആളുകൾ ചില വിധത്തിൽ ഞാൻ ആ പെഡിഗ്രി പെടുന്നവരില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പ്രയോഗത്തിൽ വരുന്നത്, അല്ലാതെ ടെക്നിക്കലി DNA-യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. DNA എന്താണെന്ന് അറിഞ്ഞുകൂടാന്നാണ് വേടൻ പറഞ്ഞത്. സത്യത്തിൽ അത് സത്യമാണ്. കാരണം DNA എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി വേടൻ അറിഞ്ഞുകൂടാ. കണ്ടില്ലേ, സ്വന്തം ഒന്നും പറയുന്നില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്, ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തി എങ്ങനെയുള്ളവനാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തരം പറയാൻ വേണ്ടിയിട്ട് ആരോ ഇറക്കി വിട്ടൊരു അവതാരികയാണ് ഇതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് നെല്ലേതാ പതിരേതാണെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയ എഴുതി വെച്ചിട്ടുള്ള മുൻകൂട്ടി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് ആവർത്തിക്കുകയാണ്. അത് ആ ഇരിക്കുന്ന വ്യക്തിയുടെ അറിവും വിവേകവും നിലവാരവും അയാൾ അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് എന്തൊക്കെയോ പറയുകയാണ്. ഈ വേടനെതിരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളിൽ ഒരു 10% അല്ലെങ്കിൽ ഇപ്പോൾ 10% നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 7% അല്ലെങ്കിൽ 8% ആളുകൾക്കും വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് വലിയ വിരോധം, വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള 3% ആളുകൾക്ക് വേടനോട് താല്പര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ആർക്കൊക്കെ വേണ്ടിയിട്ട് ആരോടോ ഉള്ളൊരു ഇൻറ്റൻഷൻ, ആരോടോ ഉള്ളൊരു താല്പര്യത്തിൻ്റെ പേരിൽ, അവർക്ക് കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പേരിൽ ആ ഇൻ്റർവ്യൂ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് നടത്തി പോകുന്നു എന്ന് മാത്രം. കാരണം അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ശാരിക എന്ന് പറയുന്ന അവതാരിക വന്നിട്ട് ഇതുപോലത്തെയുള്ള ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. മൈത്രേയന് പറയാനുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പറയാൻ അവർക്ക് ഉത്തരമുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണമെന്നായിരിക്കും. അതിഥിയുടെ ഉള്ളിലുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ അയാൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ഈ വേടൻ്റെ കവിതകളിൽ കൂട്ടി മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, വേടൻ്റെ കവിതകൾ ഞാൻ കേൾക്കുന്ന ഒരാളായിരുന്നില്ല, പക്ഷേ ഈ ഒരു കേസിന് ശേഷം
ഞാനത് കേൾക്കാനായിട്ട് നിർബന്ധിതനായി. ഞാൻ അതുകൊണ്ട് അതെല്ലാം കേട്ടു. ആ കേട്ടതിന് ശേഷം ആ ഒരു കാര്യങ്ങളുടെ അവൻ്റെ ഓരോ വരികളുടെ അർത്ഥത്തെപ്പറ്റി ഞാൻ പഠിച്ചു. അത് പഠിച്ചപ്പോഴാണ് വേടൻ ആരാണെന്നും വേടൻ എന്താണെന്നും എനിക്ക് മനസ്സിലായത്. നിങ്ങൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന കവിതകളിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അതിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് വേറെ കാര്യം, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം വേടൻ ജാതീയത വിറ്റ് കാശാക്കുന്നു, അല്ലെ വേടൻ രാജ്യദ്രോഹിയാണ്, വേടൻ ഈ പറയുന്ന മോദിയെ പറഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാനുള്ള നിങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. വേടനെതിരെ സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ DNA എന്ന് പറയുന്ന വിഷയം കൂടെ കിട്ടി. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കാനായിട്ടിരിക്കുന്ന ആളുകളായി പോയല്ലോ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ചാനൽ ആദ്യമേ കണ്ടതിന് ശേഷം മാത്രം ഈ മൈത്രേയനെ പോലെയുള്ള വലിയ വലിയ ആളുകൾ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് പോവുക. കാരണം ഇങ്ങനെയുള്ളവർ, ഇവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം. ആ ഒരു ഇൻറ്റൻഷൻ്റെ പേരിൽ പല ചോദ്യങ്ങളും ചോദിക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ പേര് തന്നെ അവിടെ ഇല്ലാതാക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ കമൻറ്റ് ബോക്സ് നോക്കി അറിയാൻ സാധിക്കും, നിലവാരമില്ലാത്ത പെൺകുട്ടിയാണല്ലോ വീഡിയോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിലവാരം വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലോകപരിചയം വേണമെന്നാണ്. ആ പെൺകുട്ടിയെ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആ പെൺകുട്ടിയെ ഒരു കളിപ്പാവയാക്കിക്കൊണ്ട്, ആ പെൺകുട്ടിയെ ഒരു ഉപകരണമാക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുമാണ് ആ പെൺകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവർ എന്ന രീതിയിൽ ആ പെൺകുട്ടി മിടുക്കി തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെയുള്ള മറ്റുള്ളവരുടെ ഇൻറ്റൻഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അടിമയെ പോലെ സംസാരിക്കേണ്ടി വരും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. നിയമപരമായിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി മോചിതനായിട്ടും നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ആളുകൾ ഇപ്പോഴും വേടനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേടൻ ഇപ്പോഴും അവരുടെ ഉള്ളിലെല്ലാം രാജ്യദ്രോഹി തന്നെയാണ്. ആദ്യം കുത്തിയിരുന്ന് വേടൻ്റെ ഓരോ പാട്ടുകളും കേൾക്കുക, അതിനുശേഷം വേടൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് വന്നിരുന്നൊന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാണകസംഖ്യകൾ പറയുന്നതാണോ സത്യം, അതോ വേടൻ അനുഭവിച്ചതാണോ സത്യം എന്നുള്ളത്.